നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചിട്ടാണ്. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. അപ്പം നമ്മൾ ഇതിൽ അഞ്ചുതെങ്ങ് കലാപം പഠിക്കുന്നതിന് മുമ്പ് രണ്ട് ഇംഗ്ലീഷുകാരെ പഠിക്കുന്നുണ്ട്. കേരളത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ ബ്രിട്ടീഷുകാർ, അതായത് കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാർ ആരൊക്കെയാണ് അഥവാ ഇംഗ്ലീഷുകാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാസ്റ്റർ റാൽഫിഷും ക്യാപ്റ്റൻ കില്ലിങ്ങുമാണ്. മാസ്റ്റർ റാൽഫിച്ച് എന്ന് പറയുന്നത് 1583 ക്യാപ്റ്റൻ കില്ലിങ് 1615, ഒരു ഫാൻസി നമ്പറാണ്, 1615 എത്തുന്നത്. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ ആദ്യം ആരാ വന്നതെന്ന് ആലോചിക്കുക, ഈ മാസ്റ്റർ റാൽഫിച്ച് അല്ലേ. അപ്പോൾ ഫിച്ചും കില്ലിങ്ങും, അപ്പോൾ ഫിച്ചിന് പകരം നമുക്ക് ഫിഷ് ആലോചിക്കാം. കില്ല്, ഫിഷിനെ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക, കില്ലല്ലേ ചെയ്യുക അവർ അതിനെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം ഈ ക്യാപ്റ്റൻ കില്ലിങ് 1615 അഥവാ 1615 വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് തോമസ് റോ എന്നിട്ട് ജഹാംഗീറിനെ സന്ദർശിക്കാൻ പോവുകയാണ് ചെയ്തത്. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. വേണാടിലെ പണ്ടാലശാല എന്ന് പറയും. അത് ചതുരാകൃതിയിലാണ് നിർമ്മിക്കുന്നത്. ഇനി നമ്മൾ ഡേറ്റിലേക്ക് വരികയാണ്. 1684 ഇങ്ങനെ അഞ്ചുതെങ്ങിൽ ഈ ഒരു പ്രദേശം, അതായത് ഒരു വ്യവസായശാല നിർമ്മിക്കണമെങ്കിൽ ഒരു പ്രദേശം വേണം. ആ പ്രദേശം വിട്ടുകൊടുത്തത് നമ്മുടെ അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയാണ്. അങ്ങനെ 1684 പ്രദേശം കിട്ടി. 1690 എന്ത് സംഭവിച്ചു, അവർ പണി തുടങ്ങി. 1695 പണി പൂർത്തിയായി കോട്ടയുടേത്. അങ്ങനെ 1695 എല്ലാം കഴിഞ്ഞു. ഇനി 1697 വരുമ്പം അഞ്ചുതെങ്ങ് കലാപമാണ് ഉണ്ടാവുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യവസായശാലയെ എന്താണ് ഒരു സൈനിക കേന്ദ്രമാക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആര്, ബ്രിട്ടീഷുകാർ. അതാണ് ഒന്നാമത് ഈ ഒരു കലാപം ഉണ്ടാവാനുള്ള കാരണം. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മെയിൻ പോയിന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. ഇത് നമ്മളൊരു ബ്രാബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഇതിൽ പഠിക്കാനുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് റാണിയിൽ നിന്നും ഈ ഒരു കോട്ട പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് അനുവാദം നേടിയെടുത്ത ഇംഗ്ലീഷുകാരനാണ് ആര്, ബ്രാബോൾ എന്ന് പറയുന്നത്.